ഹലോ നമസ്കാരം, മാൻഡപ്പൻ ടോക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് യൂട്യൂബിൽ എൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ്, പുതിയ ചാനലാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആസ് യു നോ, പോഡ്കാസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് യൂട്യൂബിലേക്കും. ന്യൂ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് തന്നെ യൂട്യൂബിലും ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് വരികയാണ്. ഇപ്പോൾ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ, എന്തിനാണ് ഓഡിയോ മാത്രമുള്ള ഒരു പോഡ്കാസ്റ്റിലേക്ക് ഇറങ്ങുന്നത്? ഇപ്പോൾ പൊതുവേ എല്ലാവരും വീഡിയോയും കൂടെ ആണല്ലോ ചെയ്യുന്നത്, എന്നാൽ പിന്നെ അങ്ങനെ ആയേക്കാം എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാ യൂട്യൂബിൽ മാത്രമല്ല, അതായത് വീഡിയോ പ്ലാറ്റ്ഫോംസിൽ മാത്രമല്ല, ഏത് പോഡ്കാസ്റ്റ് കിട്ടുന്ന പ്ലാറ്റ്ഫോംസിലും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡപ്പൻ ടോക്കീസ് അവൈലബിൾ ആയിരിക്കും. കാണുകയാണെന്നുണ്ടെങ്കിൽ കയറുക, ഫോളോ ചെയ്യുക ആൻഡ് കേൾക്കുക. കേട്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. അതിലെല്ലാത്തിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ യൂട്യൂബിലേക്ക് എല്ലാവർക്കും, യൂട്യൂബ് ആൻഡപ്പൻ ടോക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വെരി ഫസ്റ്റ് എപ്പിസോഡ് ഇൻ യൂട്യൂബ് ഇസ് അബൌട്ട് എലക്ഷൻ വരികയാണ്. സോ അപ്പോൾ വോട്ടിങ്ങിനെ പറ്റി ഞാനും എൻ്റെ വൈഫ് എന്ന് പറയാൻ ഇഷ്ടമല്ല, മൈ പാർട്ട്ണറും കൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇന്നത്തെ സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടികളെ പറ്റിയും മറ്റ് സംഭവങ്ങളെ പറ്റിയൊന്നുമില്ല, ജസ്റ്റ് അബൌട്ട് വൈ ഷുഡ് വി വോട്ട്, എന്താണ് അഭിപ്രായം, അങ്ങനെയുള്ള സംഭവം. അപ്പോൾ ബേസിക്കലി ഇതിനൊക്കെ മുമ്പായിട്ട് എന്താണ് ആൻഡപ്പൻ ടോക്കീസ് എന്ന് പറയാം. ഞാനായിരിക്കും ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. കാരണം ആൻഡപ്പൻ എന്നുള്ളത് കണ്ടല്ലോ, ടോക്കീസ് എന്നുള്ളത് പോലെ തന്നെ ഞാൻ പല വിഷയങ്ങളെ പറ്റി പലരോടും സംസാരിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. പല സ്ഥലങ്ങളിലായിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിലേക്ക് പോവാം. യെസ്, അപ്പോൾ ഇതാണ് എൻ്റെ പാർട്ട്ണർ. അറിയാത്തവർക്ക് അങ്ങനെയല്ല, ഇത് ഒഫീഷ്യലായിട്ട് ഞാനൊരു ഹോസ്റ്റ് പോലെ തന്നെയാണ്. നീ ജസ്റ്റ് ഇന്നത്തേതിൽ മാത്രമേ ഉള്ളൂ, ഡെയിലി കൊണ്ടുവരുമെന്ന് വിചാരിക്കേണ്ട. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ മുഴുവനായിട്ടും ലോക്സഭ ഇലക്ഷൻ നടക്കാനായിട്ട് പോവാണ് അല്ലേ? അറിയോ? ആ, ഓക്കെ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഫസ്റ്റിലെ എപ്പിസോഡ് നമ്മുടെ ഒരു ഡിസ്കഷൻ, ഇത് അങ്ങനെ വലിയ എന്താ പറയുക, ചിന്തിച്ച് ഒത്തിരി കഷ്ടപ്പെട്ട് അങ്ങനെ പറയേണ്ട സീൻസ് ഒന്നുമില്ല. നമ്മൾ കാഷ്വൽ ആയിട്ടുള്ള സംസാരമാണ്. ഞാൻ കുറേ ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, അങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ. അതൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എലക്ഷൻ വരികയാണ്. വോട്ട് ചെയ്തിട്ടുണ്ടോ മുമ്പ്? ഉണ്ട്. എന്ത് തോന്നുന്നു ഈ എലക്ഷനെ പറ്റിയും വോട്ടിങ്ങിനെ പറ്റിയും വോട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു അഭിപ്രായം? ഒരാൾ വോട്ട് ചെയ്യാതിരിക്കുന്നത് ഒട്ടും നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ളൊരു അവകാശമാണ്. ഇൻ കേസ് അവർ ജയിക്കുന്നുണ്ടോ തോക്കുന്നുണ്ടോ, ദാറ്റ്സ് നോട്ട് ദ ഗെയിം. പക്ഷെ ആ അവകാശം നമ്മൾ എന്തായാലും നിറവേറ്റുക എന്നുള്ളത് ഒരു വിനിയോഗിക്കുക. അതെ, വിനിയോഗിക്കുക, നിറവേറ്റുക എന്നത് നമ്മുടെ കടമയാണ്. കടമ മാത്രമല്ല, ദാറ്റ് ഇസ് ആർ തിങ്. ലൈക്ക് വി ഷുഡ് ഡു ഇറ്റ്. ഇഫ് യു ഹാവ് എ തോട്ട് ഓർ ഇഫ് യു ഹാവ് എ വേർഡ് ഇൻ ദിസ്, യു ഷുഡ് വോട്ട്. ബിക്കോസ് നിങ്ങൾ വോട്ട് ചെയ്യാതെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിങ്ങൾ അതിൻ്റെ പാർട്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഗുഡ്. നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. ഇലക്ഷനെ പറ്റിയിട്ടും വോട്ടിങ്ങിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം പറയാം. എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു സെയിം അഭിപ്രായം തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുമല്ലോ, പാർട്ടിസിപ്പേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അതൊരു വലിയ കാര്യമാണ്. അതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് ഇന്ന് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ആൻഡ് ഡിജിറ്റൽ യുഗമായതുകൊണ്ട് തന്നെ പലതിനെയും മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അതായത് നമ്മുടെ മുമ്പിലേക്ക് വന്നു കഴിയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മാനിപ്പുലേറ്റഡ് ആവുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും നമ്മുടെ നാടും ഇപ്പോൾ കേരള ആയാലും ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും വേറെ കാര്യങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രാജ്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിഷയത്തിലും അല്ല കേട്ടോ. ഞാൻ എഡ്യൂക്കേഷൻ ബാക്കിയുള്ള കാര്യത്തിലാണ്. എന്നാൽ ജോലിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുറേ പേർക്ക് കിട്ടുന്നില്ല, ഒത്തിരി പേർക്ക് കിട്ടാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം നാട്ടിൽ എത്രയോ പേര് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോലി ഇല്ലായ്മ മാത്രമല്ല, കിട്ടുന്ന ജോലി വെൽ പെയ്ഡ് അല്ല. അതായത് വെൽ പെയ്ഡ് എന്നുള്ളത് വിട്, അത് ഒഴിവാക്കാം. അതൊരു വലിയ ഫാക്റ്റാണ്. അതായത് നമ്മൾ ലിവിങ് കോസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ എടുക്കുന്ന പണിക്കുള്ള പ്രോപ്പറായിട്ടുള്ള പേയ്മെൻറ്റ് പോലും കിട്ടാത്തൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും എടുത്തിടാം, പക്ഷെ നമ്മുടെ സൊസൈറ്റി അതിനുള്ള ഏറ്റവും വലിയൊരു പ്രൂഫാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ഇഷ്ടമല്ലാഞ്ഞിട്ടും മറ്റ് രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് സുഖിച്ച് ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ്. സോ ഇതിലൊക്കെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ, ഇതിലൊക്കെ ഒരു മാറ്റം അടുത്ത ഇലക്ഷനിൽ അല്ലെങ്കിൽ ഈ ഇലക്ഷനിലൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യം വളരെ വലിയൊരു സത്യമാണ്. പക്ഷെ എന്നാലും
അതിലേക്കൊക്കെ വരാനുള്ള കൂടെ മാത്രമേ വലിയ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരു പെട്ടെന്ന് ഒരു ബൂം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവില്ല എന്ന് ഞാനും വിശ്വസിക്കുന്നു. സോ അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇലക്ഷനിലൂടെ നല്ല കൃത്യമായിട്ടുള്ള ആൾക്കാരെ, നമുക്ക് തോന്നുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇപ്പോൾ ഇലക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വോട്ടിംഗ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ദ ലാസ്റ്റ് 8 years or 10 years ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറയാൻ നിനക്ക് എന്താടാ യോഗ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എനിക്കതിൽ കുറേ കാരണങ്ങളുണ്ടായിരുന്നു. വോട്ട് ചെയ്യാതിരുന്നതിലൊക്കെ പല കാരണങ്ങളുണ്ടായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് ബേസിക്കലി വോട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ വോട്ട് ചെയ്യാനായിട്ട് ഞാൻ മനസ്സുകൊണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് സിദ്ധാർത്ഥൻ്റെ വിഷയം ഉണ്ടാകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വയനാട് മെഡിക്കൽ കോളേജ് തന്നെയല്ലേ, വെറ്റിനറി കോളേജ്, അവിടുത്തെ ഇഷ്യൂ ഉണ്ടാകുന്നത്. സോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പല രാഷ്ട്രീയ ആൾക്കാരുടെയും പല നിലപാടുകളോടൊന്നും എനിക്ക് ഒട്ടും യോജിപ്പില്ല. അവസാനം പോയി കുത്താൻ ഈ 3 എണ്ണങ്ങളല്ലേ ഉള്ളൂ, പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞാൻ നോട്ട് ചെയ്യണം. പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല റീസൺ. ഞാൻ കൊടുക്കാൻ പോയപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ഒക്കെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളതല്ല, പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ എഫേർട്ട് എടുത്തായിരുന്നെങ്കിൽ ചെയ്യായിരുന്നു. പക്ഷെ ഞാനായിട്ട് അതിനെ എടുത്തില്ല. അതിനുള്ള ഇതൊക്കെ തന്നെയാണ് കാരണം. ഇവിടെ എന്തിന് എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട്. ഈ നാറികളെയൊക്കെയല്ലേ ഞാൻ ഇതിനെ മേളിൽ കയറ്റി ഇരുത്തേണ്ടത്. സ്വന്തം വീട്ടിൽ തൊട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ പ്രശ്നമാണ്. സ്വന്തം മകളുടെ കമ്പനിയെ പറ്റി ആരെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഏതോ ഒരു വണ്ടിക്കകത്ത് എത്രയോ കോടികൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വിഷയമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ പാർട്ടിക്കാർക്കൊന്നും ഒരു വലിയ റോളില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒക്കെ പറച്ചില് മാത്രമേ ഉള്ളൂ കേട്ടോ, വലിയ കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇനി എൻ്റെ ചോദ്യം, ഈ ലോകസഭാ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ടെൻഷൻ ആവുന്നത്, എസ്പെഷ്യലി ഇൻ കേരള, ഞാൻ കേരളത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, BJP 400-ൽ പരം സീറ്റുകൾ ജയിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്താ ടേക്ക്? അതിൻ്റെ അകത്തൊരു വ്യത്യാസം ഉണ്ടാവുമെന്ന് ഇതുവരെ തോന്നാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും അവരാ കൃത്യമായിട്ടുള്ള ആധിപത്യം സ്ഥാപിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ ഇലക്ഷനിൽ ഒരു വ്യത്യാസം ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ. 5-6 പേര് അങ്ങോട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിൽക്കുന്ന അവരുടെ ഒരു പവർ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തോന്നുന്നില്ല. കേരളത്തിലെ കാര്യമല്ല പറയുന്നത്, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ. കേരളത്തിൽ വിരിയോ? നടക്കൂല. വിരിയത്തേ ഇല്ല. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ വളരെ അടുത്തൊരു 10 ദിവസം മുമ്പ് നമ്മൾ യൂട്യൂബിൽ ഷിയോൻ സജി മ്യൂസിക് എന്ന് പറയുന്ന ഇവളുടെ പേജിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സോങ് ഉണ്ട്, ഒത്തൊരുമിച്ചൊരു ഗാനം എന്ന് പറയുന്ന നമ്മുടെ വിനീതേട്ടൻ പാടി M. ജയചന്ദ്രൻ സാർ മ്യൂസിക് ചെയ്ത് മകന്റെ അച്ഛൻ എന്ന് പറയുന്ന എന്റെ വരികൾ എഴുതിയേക്കുന്നത്. പുള്ളിക്കാരന്റെ നോർമൽ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗിൽ നിന്ന് മാറിയിട്ടൊരു സാധനമാണ്. അതും പക്ഷെ അല്ല, വരികളുടെ അർത്ഥമൊക്കെ പുള്ളിയുടെ ലൈൻ തന്നെയാണ്, പുള്ളിയുടെ ലൈനാണ്. പക്ഷെ എഴുതിയേക്കുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിന്റെ അകത്ത് ഇന്നത്തെ സിറ്റുവേഷനിൽ, ഇന്നത്തെ ഈ ഒരു ഭരണവും കാര്യങ്ങളും ഇന്നത്തെ ആൾക്കാരുടെ അവസ്ഥയും എല്ലാത്തിനെയും റിലേറ്റ്. അതെ, ഏത് ഭാഗത്ത് കൊണ്ട് എടുത്താലും നമുക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു ചെറിയ മെസ്സേജും കൂടെ ഇട്ടിട്ടാണ്, നിങ്ങൾ ആലോചിച്ച് കണ്ടുമൊക്കെ തന്നെ തീരുമാനിക്കണം ആർക്ക് വോട്ട് കൊടുക്കണം എന്നുള്ളൊരു സാധനം അതിന്റെ ആദ്യം കൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ പാട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് തന്നെ. കണ്ടിട്ടില്ലാത്തവർ എന്തെങ്കിലും കണ്ടു നോക്കുക, കണ്ട് അതിൽ അഭിപ്രായം പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് താഴെ അറിയിക്കുക എന്നുള്ളത് വേറൊരു കാര്യം. നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കത് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യും. പിന്നെ സ്വാഭാവികമായിട്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ കാലം അറിയാമല്ലോ, എല്ലാവർക്കും എന്തെങ്കിലും ഒരു 10 തെറി പറഞ്ഞില്ലെങ്കിൽ വളരെ എന്താ പറയുക, എന്തോ ഒരു വല്ലാത്തൊരു നെഞ്ചുവേദന പോലെ ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. റീച്ചിന്റെ കാര്യത്തിൽ അതൊരു വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തെറി കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. 10 തെറി താഴെ വരുമ്പോൾ നമ്മളും അതിനു വേണ്ടി തന്നെ ഞാനും ഇവളും കൂടെ പറയും. കാരണം അവരത് നിർത്തി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമമാണ്. കാരണം നമ്മുടെ റീച്ച് പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ അതിന്റെ താഴെ വന്ന് അവരെ മാക്സിമം വെറുപ്പിക്കാൻ പറ്റുന്നതിന്റെ അത്ര ഞാൻ വെറുപ്പിക്കാറുണ്ട്. ബിഗ് ബോസിനകത്ത് നടക്കുന്ന വെറുപ്പേര് ഇവൻ കമന്റ് ബോക്സിലാണ് കളിക്കുന്നത്. അങ്ങോട്ട് ചൊറിഞ്ഞോണ്ടിരിക്കും. ഇനി ആൾക്കാർ വെറുതെ തെറ്റിദ്ധരിക്കില്ല ഞാൻ വല്ല വൈൽഡ് കാർഡിലും പോകുന്ന പറയണായിരുന്ന. ഞാൻ പോയി കഴിഞ്ഞാൽ നീ എന്ത് ഇവിടെ, ഞാൻ വൈൽഡ് കാർഡ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? വോട്ട് ചോദിക്കണോട്ടോ എല്ലാവരോടും. 2 ദിവസത്തിന് തിരിച്ചു വരുന്നീ പോയാൽ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ റോക്കി പുറത്തതുപോലെ എവനെങ്കിലും ഇടിച്ചിട്ട് തിരിച്ചു വരും മിക്കവാറും.
അറിയില്ല. അപ്പം എന്തായാലും നമ്മുടെ മാറ്ററിലേക്ക് എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ ബേസിക്കലി അല്ല, ഇത് ബ്രേക്ക് ചെയ്യാൻ മാത്രം ഉള്ളൊരു രാഷ്ട്രീയ പാർട്ടി ഓപ്പോസിറ്റിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടപരമായിട്ടുള്ള ഒരു കാര്യം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിപ്പൂരല്ലേ, മണിപ്പൂർ വിഷയങ്ങളാണെന്നുണ്ടെങ്കിലും ഇപ്പം നമുക്കറിയാവുന്ന പോലെ തന്നെ പള്ളി പൊളിച്ചിട്ട് അമ്പലം പണിത വിഷയങ്ങളും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ആക്ച്വലി ഇവർക്ക് എഗൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അതൊന്നും എവിടെയും ഒരു പ്രോപ്പർ ആയുധമായിട്ട് ബി ജെ പിക്കെതിരെ ഫൈറ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. സ്ട്രോങ് ഓപ്പോസിഷൻ ഇല്ലാതെ വിജയിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും പറയാനില്ല, അതങ്ങനെ പോവുള്ളൂ. പിന്നെ പൊതുവേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഒത്തിരി മതത്തിൽ അങ്ങ് ഊന്നു നിൽക്കുന്നവരല്ല. മതത്തിൽ നിന്ന് ഞാൻ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ബി ജെ പിക്ക് അവർ ഇല്ല എന്ന് പറയുകയും എന്നാൽ ഉള്ളിലൂടെ അവർ കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരു റിലീജിയസ് പാർട്ടി ആണെന്നുള്ളൊരു എടാ ചിലർ പറയും ഇല്ലെന്നും പറയും. അത് ചില മീറ്റിങ്ങുകൾ കാണുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരെയും ഒന്നായി കാണുന്നത്, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിന് എൻ്റെ അഭിപ്രായം ഇതാണ്, ബി ജെ പി എന്തുകൊണ്ട് ഇപ്പോഴും വാഴുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പോസിറ്റ് പാർട്ടി ഇല്ല. രണ്ടാമത്തെ കാര്യം, പിന്നെ ഇത് ഇന്ത്യയുടെ ഒരു ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. കോൺഗ്രസ് കുറേ കൊല്ലം അടക്കി വാങ്ങി ഇങ്ങ് പോന്നു. അന്ന് കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിരുന്ന പല കാര്യങ്ങളുമാണ് ഇന്ന് ബി ജെ പി കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഈ പശുവിൻ്റെ കാര്യമുണ്ടല്ലോ, അതുപോലും കോൺഗ്രസ് പാർട്ടിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇതിൻ്റെ ഫൈറ്റുകളൊക്കെ കൊണ്ടുവന്നത്. ചരിത്രം നോക്കാൻ ചുമ്മാ എന്നെ താഴെ ഒന്ന് തെറി പറയാൻ നിൽക്കണ്ട, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ആൻഡ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ പുറകിൽ. പിന്നെ എന്തുകൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് ജയിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും വലിയ കാര്യത്തിൽ എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ ബി ജെ പിക്ക് ജയിക്കാൻ പറ്റാത്തത്? അങ്ങനൊരു ക്രൗഡ് അല്ല ഇവിടെ, അങ്ങനെ ഒരു ക്രൗഡ് അല്ല എന്നുള്ളത് മാത്രമല്ല. അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഞാൻ സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്ന ഒരു സാധനമാണ്, ബിക്കോസ് വി ആർ എഡ്യൂക്കേറ്റഡ്, നമുക്ക് മോർ ലിറ്ററസി റേറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് കേരളത്തിൽ ജയിക്കുന്നത്. അതിനോട് യോജിക്കുന്നത് അങ്ങനെയല്ല. കുറച്ചുകൂടെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്, കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പോകും എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉള്ളതുകൊണ്ടും ഇഷ്ടംപോലെ കാശ് ഇവിടെ കൊണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതിലും വലിയ കാശുള്ള ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ടും ആ കൊടുക്കുന്ന കാശ് ഇവിടെ ഏൽക്കൂല എന്നുള്ളതുകൊണ്ടാണ്. അതൊന്നുമല്ല, പിന്നെ അതൊന്നുമല്ല. ഇപ്പൊ എല്ലാരും പറയുന്നത് എഡ്യൂക്കേഷൻ കാര്യമാണെന്ന്, ഒരു തേങ്ങയൊന്നുമല്ല. ബി ജെ പിക്ക് ഈ പറയുന്നത് പോലെ ഒന്നാമത് അവർക്ക് നല്ലൊരു പാർട്ടി സ്ട്രക്ചർ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ CPM പോലെയോ UDF പോലെയോ എല്ലായിടത്തും ഒരുമിപ്പിച്ച് നിർത്താൻ പറ്റുന്ന ഒരു പാർട്ടി അതൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് പോയിന്റ് അതാണ്. സെക്കൻഡ് പോയിന്റ്, കേരളത്തിൽ അതിനും മാത്രം നല്ല ഒരു നേതാവില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയൊരു കാരണം. ബി ജെ പിക്ക് എന്തൊക്കെ ന്യായീകരണങ്ങൾ നിങ്ങൾ എടുത്തിട്ട് മുന്നിലിട്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചാലും, രാജഗോപാലാണെന്ന് തോന്നുന്നു ആകെ കൂടെ, പിന്നെയും രാജഗോപാൽ സാർ അല്ലേ? യെസ് ആണ്. അല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ തോറ്റ് അവസാനം കേരളത്തിലെ ജനങ്ങൾ തന്നെ വിചാരിച്ചു ഇങ്ങനെ നീ എവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ജയിപ്പിച്ചിട്ടേ. അല്ല ഞാൻ പറയാൻ വന്ന പോയിന്റ് അതല്ല. ബി ജെ പി കേരളത്തിൽ തോൽക്കുന്നത് മലയാളികൾക്ക് വിവരമുള്ളത് കൊണ്ടാണെന്ന് മാത്രം വിചാരിക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പല പഞ്ചായത്തുകളും അതല്ലാതെയുള്ള പല ഇലക്ഷനുകളിലും ബി ജെ പി ജയിക്കുന്നുണ്ട്. സോ അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ബി ജെ പി ജയിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബി ജെ പിക്ക് നല്ല നേതാക്കന്മാരില്ല എന്നുള്ളതൊരു വലിയ സത്യമാണ്. ഇനിയുള്ള കാലങ്ങളിൽ അത് ഉണ്ടാവാതിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി ജെ പിക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ ഇല്ല. ബി ജെ പി അവിടെ ഇവിടെയൊക്കെ മറ്റേ നമ്മൾ ഇതിൽ പറയുന്ന പോലെ തന്നെ ആരും മുള്ളിത്തെറിച്ചുണ്ടായ പോലെയാണ് കേരളത്തിലുള്ളത്. സോ അപ്പോൾ അതുകൊണ്ട് ബേസിക്കലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ രണ്ട് കാര്യങ്ങളിലും മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സോ ഇപ്പോൾ വെരി സൂൺ ചിലപ്പോൾ ബി ജെ പി പലയിടത്തും ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ രാഷ്ട്രീയ ചിന്ത ചിലപ്പോൾ തെറ്റായിരിക്കാം, പക്ഷേ അത് ലിറ്ററസിയുടെ പേരിലാണെന്നും എഡ്യൂക്കേഷൻ്റെ പേരിലാണെന്നും എത്ര വാദിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഓക്കെ, അതിനൊരു വലിയ റീസൺ ഉണ്ട് ചിപ്പി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് അങ്ങനെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലയിടങ്ങളിലും ഇപ്പോൾ ഒരു പ്രശസ്ത ഗായിക പോലും അന്ന് പള്ളി പൊളിച്ച് ഈ അമ്പലം പണിതതിനെ വിഷയത്തിനെ ഡയറക്റ്റ് ആയിട്ട് ന്യായീകരിച്ചില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ന്യായീകരിക്കുന്നത് കണ്ടു. ഇത് നമ്മുടെ മലയാളികളുടെ പൊതുവികാരമാണ്. ഞാനതാ പറഞ്ഞത്, നല്ല ഒരു പാർട്ടി സ്ട്രക്ചർ, ഒരു ഇതിനെ എല്ലാത്തിനെയും ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഒരു പാർട്ടി ഒരു സെറ്റപ്പിലേക്ക് ബി ജെ പി കേരളത്തിൽ മാറുകയാണെന്നുണ്ടെങ്കിൽ അവരിവിടെ താമര വിരിയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അറിയാലോ, നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരാണെന്നുണ്ടെങ്കിലും അതിന് ഒരു തരത്തിലും സമ്മതിക്കില്ല. കാരണം ബി ജെ പി വരരുത്. എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പി ഒരു കാരണവശാലും വരരുത്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കാലം മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പം എനിക്കറിയില്ല. ഞാൻ പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വാദിച്ചിരുന്ന ഒരു പോയിന്റാണ്. കാരണം അവരുടെ ഒഫീഷ്യൽ BJP സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെഴുതിയിട്ടുണ്ട് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറ്റണം എന്ന് സൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ടീംസാണ് അവർ. എനിക്ക് അതിനോളം ദേഷ്യമുള്ളതില്ല. എനിക്കാണെങ്കിൽ ഒരു മതത്തെ ഒരു മനുഷ്യൻ വെറുതെ പറയുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. പറയുന്നത് എപ്പോഴും എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു ഞാൻ ചോദിക്കട്ടെ, ഞാൻ അതിനൊക്കെ മുമ്പായിട്ട് ഈ ഹിന്ദുസത്തെ പൊക്കി പറയാൻ BJP ആരുവാ? RSS എന്ന് പറയുന്ന പാർട്ടിയെ ഇന്ത്യയിൽ ബാൻ ചെയ്യുന്നതാണ്. ഇത് കേട്ട് മടുത്തൊരു സാധനമാണ്, ബാൻ ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ഇനിയിപ്പോൾ BJP എന്ന് പറഞ്ഞാലും ഭാരതീയ ജനതാ പാർട്ടിയെ ആ പേര് എല്ലാം സീനാണ്. ഞാനതിലൊന്നും പറയാനില്ല. എൻ്റെ അഭിപ്രായം, നിങ്ങൾക്ക് BJPയെ സപ്പോർട്ട് ചെയ്യാം, BJPയെ സപ്പോർട്ട് ചെയ്യാതിരിക്കാം. ഈ കാലഘട്ടങ്ങളിൽ ഞാൻ കണ്ടുവന്നിട്ടുള്ള ഒരു വലിയ തെറ്റായ പ്രവണത ആൾക്കാരുടെ ഇടയിലേക്ക് വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പള്ളി പൊളിച്ചപ്പോൾ പോലും കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു അമ്പലം പൊളിച്ചത് കൊണ്ടല്ലേ എന്നൊരു ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കാൻ BJPക്ക് സാധിച്ചു എന്ന് പറയുന്നത് അവരുടെ വലിയൊരു പോയിൻ്റാണ്. പക്ഷെ അത് ഉണ്ടാവരുത്. കാരണം പള്ളി പൊളിച്ചാലും അമ്പലം പൊളിച്ചാലും അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. മുമ്പ് നമ്മളൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പും നമ്മുടെ രാജ്യവും ബാക്കി കാര്യങ്ങളും ഒക്കെ ഒന്ന് ഫോം ആവുന്നതിന് മുമ്പ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ കാര്യത്തിന് ഇപ്പോൾ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ നിങ്ങൾ സൂക്ഷിച്ചോ, ഗാന്ധിജിയെ കൊന്നത് ഗോഡ്സെ അല്ല എന്ന് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കുക, അല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ ജവഹർലാൽ നെഹ്റുവും ബാക്കി എല്ലാവരും ഒക്കെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അവിടെ തന്നെ നോക്കിയാൽ മതി. നിങ്ങള് ഭയങ്കരമായിട്ട് ചെന്നിട്ട് തീൻമൂർത്തി ഭവൻ പോയി കാണണം. തീൻമൂർത്തി ഭവന്റെ പേര് മാറ്റി, അത് വേറെ കാര്യം. പിന്നെ ബാക്കി ആഗ്ര ഫോർട്ടിന്റെ ഫ്രണ്ട് ചെന്ന് നോക്കണം. ഇവിടെയൊക്കെ സംഭവം നൈസായിട്ട് ഹിസ്റ്ററി മൊത്തത്തിൽ മാറ്റി എഴുതാനുള്ള പ്ലാൻ ഒരുപാട് അവരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് കാണിക്കാനായിട്ട് അവർ മാത്രമല്ല, ടു ബി ഓണസ്റ്റ് ഹിസ്റ്ററി മാറ്റി എഴുതാനുള്ള പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. നൈസായിട്ട് ഈ സാധനം എല്ലാം വായിച്ചു കളയുക, ടെക്സ്റ്റ് ബുക്സിനകത്ത് കാര്യങ്ങൾ മാറ്റുക. അതിലൊക്കെ കൂടി തന്നെയാണല്ലോ ആൾക്കാർ ഇപ്പോൾ ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എല്ലാവരും പോയി ലൈബ്രറിയിൽ റെഫർ ചെയ്യല്ലോ. കോമൺ ആയിട്ടുള്ള ഒരു സിനാരിയോ അപ്പർ ലെയറിൽ എല്ലാവരും നോക്കുമ്പോഴത്തേക്ക് കാണുന്ന ഇന്ത്യയുടെ ഹിസ്റ്ററി മൊത്തത്തിൽ മാറ്റി കോൺഗ്രസ്സുകാരെയും ബാക്കി ഒരുപാട് കഷ്ടപ്പെട്ട് മുമ്പോട്ട് ഇതിനെ കൊണ്ടുവന്ന ആൾക്കാരെ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തോട്ടെ, സോറി ടു ഇന്ററപ്റ്റ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരു ട്രോൾ പേജ് വന്നിട്ട് പറഞ്ഞു, BJPക്ക് വോട്ട് ചെയ്ത എന്താടാ കുഴപ്പം? കാരണം നമ്മുടെ ഒരു ഇതിനകത്തൊരു സാധനം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഖ്യാപനങ്ങളെല്ലാം വെറും വാക്കാണ്. പൊതുവെ എല്ലാ ഗവൺമെൻറ്റിൻ്റെയും അത് തന്നെയാണ്. പക്ഷേ എന്നാലും ഇന്ത്യൻ ഗവൺമെൻറ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്തത് ഫസ്റ്റിലെ 20 seconds. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ചെക്ക് ചെയ്യാം, ഞാനത് ഇതിൻ്റെ കൂടെ വെക്കാം, ഒരു ഫോട്ടോയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്തുകൂടാ? ആ പറയുന്ന തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, മറ്റൊരാളുടെ ഇതിന് എന്തിന് കയറി തരും? ഞാൻ പറഞ്ഞു, ബ്രോ അത് ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല, ബിക്കോസ് അതൊരു ട്രോൾ പേജ് ആയിരുന്നു. ഞാൻ പറഞ്ഞു, മതം ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് മതത്തിൽ ജീവിക്കാനും ഏത് രീതിയിൽ ജീവിക്കാനും ഏത് ഭക്ഷണം കഴിക്കാനും ഏത് ഡ്രസ്സ് ധരിക്കാനും എവിടെ സഞ്ചരിക്കാനുമുള്ള അവകാശം ഉണ്ടായിരുന്നു. അതിന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ രാജ്യം പൊക്കോണ്ടിരിക്കുന്നത്. അതിനൊരു വലിയ പങ്ക് വഹിച്ചത് ഈ BJP ആണെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതിന് കുറച്ച് എക്സാമ്പിൾസാണ് ഇപ്പോൾ ഈ അടുത്ത് മുഴുവൻ നടന്നിട്ടുള്ളത്. ആ സംഭവങ്ങളിലെല്ലാം BJPയുടെ സ്റ്റാൻഡ് എന്തായിരുന്നു എന്ന് വളരെ വ്യക്തവുമാണ്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്കാരൻ എന്നോട് തിരിച്ച് ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ ഇവിടെ 3 അമ്പലങ്ങൾ ഇന്ന് ഈ പറയുന്നത് പോലെ തന്നെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്നും പറയാനില്ലേ? ഞാൻ പറഞ്ഞു, ആ ചിന്ത കൊണ്ടുവന്നിട്ടില്ലേ? പള്ളി മാത്രമല്ല അമ്പലവും പൊളിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ അമ്പലം മാത്രമാണ് ഫോക്കസ് ചെയ്യപ്പെടുന്നത്. പള്ളി പൊട്ടിയെ പറ്റിയൊന്നും പുള്ളിക്ക് ചോദിക്കാൻ പോലും ഇല്ല. ഞാൻ ബേസിക്കലി ഞാൻ ക്രിസ്ത്യനാണ്. പക്ഷെ ഞാൻ ഇന്ന് വരേക്കും ഒരു സ്റ്റേജിലോ ഒരിടത്തോ പള്ളിയെ പോയിട്ട് പട്ടക്കാരെ പോലും നന്നായി പറയുന്നതായിട്ട് ആരും കേട്ടിട്ടുണ്ടാവില്ല. സോ ഐ എം നോട്ട് എ പാർട്ട് ഓഫ് എനി റിലീജിയൻ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എന്ന് പറഞ്ഞാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല, എന്ന് പറഞ്ഞാൽ ഞാൻ നിരീശ്വരവാദി അല്ല, ആ ടാഗ് ആരും കൊണ്ടൊന്നും ഇപ്പം തന്നെ എടുത്തിടാൻ നിൽക്കണ്ട, എന്ന് പറഞ്ഞാൽ ഞാൻ യുക്തിവാദിയല്ല. എന്താണെന്നുള്ളത് ഞാനങ്ങ് തീരുമാനിച്ചോളാം, നിങ്ങളങ്ങോട്ട് ഉണ്ടാക്കണ്ട. ഓക്കെ, ഇത് ചിലർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിന്ത കൊണ്ടുവന്നിടാൻ, അതായത് പള്ളി പൊളിക്കുന്നതിൻ്റെ കാരണം അമ്പലങ്ങളാണെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ അതിനകത്തൊരു മതപരമായിട്ടുള്ളൊരു ഇൻവോൾവ്മെൻറ്റും ഉണ്ട്, ഈ സംഭവങ്ങളുണ്ട്, ഹിന്ദുക്കൾക്ക് പ്രശ്നങ്ങൾ വരുന്നു, മുസ്ലിംസ് എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ, ഞാൻ ഒരു എക്സാമ്പിൾസ് പോലെ പറയാണ്, ഇതെല്ലാം ചിന്തയും കൊണ്ടുവന്നിരിക്കുന്ന ഈ വൃത്തികെട്ടവന്മാരാ. ഇവന്മാർ ഒരു കാരണവശാലും ജയിപ്പിക്കരുത് എന്നുള്ളതാണ്. പക്ഷെ എന്ത് ചെയ്താലും ഇന്ത്യ ഭരിക്കാൻ പോകുന്ന അവന്മാരാണെന്നുള്ളതാണ് ഏറ്റവും സങ്കടപരമുള്ള കാര്യം. അധികം
ശ്രദ്ധ നേടാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മണിപ്പൂർ പറഞ്ഞു കഴിഞ്ഞാലും ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലാണെന്നുണ്ടെങ്കിലും ഈ ക്രിസ്ത്യൻ മിഷണറീസിനെ, ഞാൻ പറയുന്നത് ക്രിസ്ത്യൻ പള്ളികളുടെ കാര്യമല്ല, മീൻസ് പക്ക ചർച്ചസ് ആയിട്ട് നിൽക്കുന്നവരുടെ കാര്യമല്ല, അല്ലാതെ ചെല്ലുന്ന മിഷണറീസിനെ എത്ര പേരെയാണ് നല്ല അന്തസ്സായിട്ട് കൊന്ന് കൊടുക്കുന്നതെന്നറിയോ? ടോർച്ചറിങ് ഒരുപാടാണ്. അവരെ ആ ഏരിയയിൽ നിന്ന് തന്നെ അടിച്ചോടിക്കുന്നു, വീടിന് തീ വെക്കുന്നു. ഇറ്റ്സ് ഓൾ ഓൺ ഗോയിങ്. അപ്പം മൊത്തത്തിൽ ഇവന്മാര് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും പ്രശ്നമില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഒരു ഡേഞ്ചർ എല്ലാവർക്കും പ്രശ്നമുണ്ട്. അവരുടെ കൂടെ നിൽക്കുന്നവരല്ലാതെ ബാക്കി എല്ലാവരും ഡേഞ്ചർ സോണിലാണ്. അവരുടെ കൂടെ നിൽക്കുന്നവർക്കും ഉണ്ട് ചിപ്പി. ഇതിൽ ബേസിക്കലി ഇവരുടെ ഒരു പോയിന്റ് എന്താണെന്നറിയോ? ഇതിനിടയിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, തല്ലുണ്ടാക്കുക എന്നുള്ളതാണ്. മതപരമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഇന്ത്യൻസിന് ഭയങ്കര കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ജനിച്ച് വീഴുമ്പോൾ അവൻ 10 പാസ്സാവോ ഇല്ലയോ എന്നുള്ളത് അറിയാത്തൊരു വിഷയമായിട്ട് മാറ്റി വരുന്നാലും അവൻ ഏത് മതത്തിൽ വീഴുമെന്നുള്ള കാര്യം അവൻ ജനിച്ച് വീഴുമ്പോഴേ അറിയാം. ഇന്ത്യയിൽ ആണോ അല്ലയോ? അപ്പോൾ അത്രമാത്രം മതമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യയിൽ. ഏത് സംസ്ഥാനത്ത് ജനിക്കുന്ന ആൾക്കാരാണെങ്കിലും അവൻ ജനിച്ച് വീഴുന്ന ആ സമയത്ത് എന്തിനാണ് റിലീജിയൻ എഴുതി വെക്കണേ? ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമല്ലേ. അതെല്ലാം വേറൊരു വലിയ വിഷയമാണ്. പക്ഷെ എന്നാലും അതിലേക്ക് ഞാൻ പോകുന്നില്ല. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയിൽ വിഷയങ്ങൾ ഉണ്ടാക്കി ഇത്രമാത്രം ഇന്ത്യയെ വൃത്തികെട്ട ലെവലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു BJP ആണ്. ഇത് എൻ്റെ അഭിപ്രായമാണ്, ഇത് ഇവളുടെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് വേറൊരു അഭിപ്രായം ഉണ്ടാവാം. താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ BJPക്കാണ് വോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും BJPക്ക് വോട്ട് ചെയ്യുക. നിങ്ങളുടെ ശരികളാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശരികൾ. അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് BJP ചീത്തയാവുന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് BJP ഈ ലോകത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക റോങ് ആയിട്ടുള്ളൊരു പാർട്ടിയായി മാറുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചിന്തകൾ യൂസ് ചെയ്തിട്ട്, നിങ്ങളുടെ ബ്രെയിൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യുക. പക്ഷെ ഒരു കാര്യം ഉറപ്പാക്കുക, നമ്മുടെ ലൈഫ് പോലെ തന്നെ മറ്റൊരാൾക്കും ഇന്ത്യയിൽ ജീവിക്കാനും സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള എല്ലാ തരത്തിലുള്ള അവകാശങ്ങളുണ്ട്. CA പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? CA പറ്റി ഞാൻ വലുതായിട്ട് അതിൻ്റെ സ്റ്റഡി ചെയ്യാൻ പോയിട്ടില്ല. ബേസിക്കലി ഞാൻ പറയാം, ബേസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തൊട്ട് അയൽ രാജ്യങ്ങളിലെ റിലീജിയസ് മൈനോറിറ്റിയിലുള്ള ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറേ കാലമായിരിക്കുമല്ലോ ഇവിടെ ഉണ്ടാവുന്നത്. സോ അപ്പോൾ അതിന് കാലത്തിനൊക്കെ ഓരോ ഇതുണ്ട്. അതിനനുസരിച്ച് ഇവിടെ അവർക്ക് സിറ്റിസൺഷിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ കൊടുക്കുന്ന റൈറ്റ്സ് ആണ് CA. അതിലൊരു സ്പേസ് ആണ് സംഭവം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അതിലൊരു ഏറ്റവും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിലെ, അതായത് നമ്മുടെ നെയ്ബറിങ് കൺട്രീസിലെ റിലീജിയസ് മൈനോറിറ്റീസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് കൊടുക്കാനുള്ള യോഗ്യതയായിട്ടുള്ളൂ എന്നാണ് ഇപ്പൊ പറയുന്നത്. മാറുമായിരിക്കാം. അല്ല, ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ. കുറെ കാലം മുന്നേ ഒരു ഫാമിലിയുടെ ഒരു ക്ലിപ്പിംഗ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഓടുന്നുണ്ടായിരുന്നു. അവര് ഏതോ സമയത്ത് പാകിസ്ഥാൻ ബോർഡറിൽ എന്തോ വർക്കിന് വേണ്ടി പോയതാണ്. ആൻഡ് ദെൻ അവർക്ക് ഇവിടെ അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവർക്ക് ഇവിടെ ആധാർ കാർഡ് എടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ അവർക്ക് പാകിസ്ഥാനിലെ സിറ്റിസൺഷിപ്പും ഇല്ല. അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതിന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, റിലീജിയസ് മൈനോറിറ്റി എന്ന് വെക്കുമ്പോൾ ഈ പറയുന്ന ഈ നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസിൽ എവിടെയും റിലീജിയസ് മൈനോറിറ്റിയിലും മുസ്ലിംസ് വരില്ല. അപ്പം ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ സംസാരിക്കപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മൈനോറിറ്റീസ് അല്ലാത്ത സ്ഥിതിക്ക്, മുസ്ലിംസ് മൈനോറിറ്റീസ് അല്ലാത്ത സ്ഥിതിക്ക് അവരവിടെ ചൂഷണങ്ങളൊന്നും നേരിടുന്നില്ല. അപ്പോൾ അത് കാരണം ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. ബട്ട് എനിവേസ് CAക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഇപ്പം നമ്മൾ മുഴുവനായിട്ട് നമുക്ക് പോലും ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു സ്റ്റേജിലല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തെ മൈനോറിറ്റീസ് ആയിട്ടുള്ള റിലീജിയസിലുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പം ബേസിക്കലി മുസ്ലിംസിന് പറ്റില്ല. അപ്പം നമ്മുടെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇന്ത്യ സെക്യുലർ രാജ്യമാണ്. നമ്മൾ ആരോടും മതം ചോദിക്കില്ല. നീ മതം ചോദിക്കാറില്ലേടി? പക്ഷെ എന്നാലും ഇന്ത്യയുടെ ഇതനുസരിച്ച് നമ്മൾ ആരോടും മതം ചോദിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. സോ ബേസിക്കലി അതിൻ്റെ ഒരു ഭാഗമൊക്കെയാണെന്നൊക്കെ പറയാം. പക്ഷെ ഇതൊന്നും നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷെ എന്നാലും അത് രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന ഇലക്ഷനിൽ അതൊക്കെ ബാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, വ്യക്തിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, ശരി തെറ്റുകളെ മനസ്സിലാക്കാനുള്ള ബോധമുണ്ട്. സോ അപ്പോൾ ഏതൊരു സംഭവം നമ്മൾ ചെയ്യുന്നതിന് മുമ്പും, എസ്പെഷ്യലി ഇതുപോലുള്ളൊരു വലിയ കാര്യം ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുക. ചുറ്റുപാടുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്ന ലാഘവത്തോടുകൂടി ഒരിക്കലും ചെയ്യരുത്. എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അനാലിസിസ് എന്ത് ശരിയെന്ന് തോന്നുന്നോ അത് നിങ്ങൾ ചെയ്യുക. ദാറ്റ് ഈസ് യുവർ റൈറ്റ്, ദാറ്റ് ഈസ് യുവർ ഫ്രീഡം.
അപ്പോൾ 26 ഇപ്രാവശ്യം എനിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇവളാണ് ചെയ്യുന്നത്. സോ വിൽ സി. എനിവേസ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതെൻ്റെ ഈ പോഡ്കാസ്റ്റിൽ, അതായത് എൻ്റെ യൂട്യൂബിൽ ആദ്യത്തെ എപ്പിസോഡാണ്. സോറി, ഇവളുടെ കൂടെ ആയതുകൊണ്ട് മാത്രം ഇതിന് റീച്ച് ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഐ എം സോ ഹാപ്പി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഒരുപാട് റീച്ച് വന്നത്, അതെ, എൻ്റെ ജോലി പോയത്. സോ ബേസിക്കലി ഇത്രേ പറയാനുള്ളൂ. പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡപ്പൻ ടോക്കി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന എല്ലാ എപ്പിസോഡ്സും വീക്കിലൊരു എപ്പിസോഡ്സ് ഇടാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഐ ഹോപ്പ് സോ. ഇപ്പം ഒരു എപ്പിസോഡ് പോരെ, ലോങ് ഫോർമാറ്റ് അല്ലേ? ഇപ്പം തന്നെ ഇത് 10-20 മിനിറ്റിന് മുകളിലായി. എൻ്റെ ഫോണിലെ മെമ്മറി ഇപ്പോൾ തീരും, പെട്ടെന്ന്. സോ ടാറ്റാ.